പോരെടുക്കുന്നോ? ഓ, ഒരു വാഴക്കല ഉണ്ട്. എന്നാ വലിയ വാഴക്കലയാന്ന് നോക്കിയേ. ഏതോ ഇത്. ഓ വാവ്. കപ്പപ്പുഴുക്ക് കടുക് പൊട്ടിച്ചെടുത്തപ്പം ചട്ടിയില് പിടിച്ച അട പോലെ ഇരിക്കുന്ന സാധനം അല്ലേ? കപ്പപ്പുഴുക്ക് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. കപ്പപ്പുഴുക്ക് ഇളക്കി ചൂടാക്കി കടുക് പൊട്ടിച്ച് എന്നാലും ചട്ടിയിൽ ഉണങ്ങി പിടിച്ച സാധനത്തിന് നല്ല രുചിയാന്നും പറഞ്ഞ് മമ്മി റോക്സ് ആണ് ഈ വീഡിയോയുടെ സബ്ജക്റ്റ്. ഫുള്ള് മമ്മി റോക്സ് ആണ്. മമ്മി പോലും അറിയാതെ നമ്മള് മമ്മിയുടെ കുസൃതികളെല്ലാം ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മീ? പോവാണോ? ഓക്കേ. പോരെടുക്കുന്നോ? അമ്മയോട് പറയാ പോയെന്ന് പറഞ്ഞു. അമ്മ എങ്ങനെയാ അമ്മ പേടിച്ചു പറിച്ചിരുന്നേ? ഒന്ന് കാണിച്ചരോ? ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാനാണോ ഈ സ്റ്റണ്ട് ഇറക്കണേ? കാണാൻ തോന്നുമ്പോ നമ്മള് കാണാൻ പോകുമ്പോ അമ്മ എങ്ങനെയാ അമ്മ പേടിച്ച് പറിച്ചിരിക്കുവായിരുന്നോ? എങ്ങനെയായിരുന്നു? ഇങ്ങനെയാ? അതിന്റെ അമ്മ കപ്പ തിന്നെ ഇടയ്ക്ക് അങ്ങനെ ഒരിത് മമ്മിയുടെ കുഞ്ഞുകുട്ടി തമാശകളാ അല്ലേ മീ? കുഞ്ഞു പിള്ളേരുടെ സ്വഭാവാ. കപ്പ തിന്നു. അത് കഴിഞ്ഞിട്ട് മമ്മി അടുത്തത് എന്നാ മമ്മി അതിന്റെ പേര് പറയും? ഗുണ്ടുണ്ടാപ്പരിയോ? അത് കഴിഞ്ഞ് മമ്മിയുടെ സ്പെഷ്യൽ കസ്കസ് കഴിക്കുന്നു. ഇച്ചിരി കപ്പേ തിന്നുള്ളൂ. പാവ മമ്മി. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്. ഫുള്ള് അലുമിനിയം ഒക്കെ ഉപയോഗിച്ച് മുഴുവൻ ഇരുമ്പിന്റെ ചീനിച്ചട്ടി ആയോ മമ്മി? അതെ അല്ലേ? ഈ ഇരുമ്പിന്റെ ചട്ടിക്കകത്ത് വെച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ആല്ലേ മെഴുക്കുവരട്ടി? വച്ചേക്കാൻ കൊള്ളില്ല. കറിയുടെ നിറം മാറിപ്പോവോ? നിങ്ങളില്ലേ ഇതാണ് ബംബിളി നാരങ്ങ. നല്ല സൂപ്പറല്ലേ തിന്നാൻ? എനിക്കിതൊക്കെ ഇഷ്ടം. സൂപ്പറാ സൂപ്പറാ. തൻകൊതി താഴെ എന്ന് പറഞ്ഞാല് ഇപ്പൊ രാവിലെ മമ്മിയുടെ ബിസിനസ്സുകളോ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ മമ്മിക്ക് ബമ്പിളി നാരങ്ങയായി അതാ ഇതായൊക്കെ കിട്ടുക. സ്പെഷ്യൽ കറിയാ ഉണ്ടാക്കണേ. ഇത് വെച്ചിട്ടാണോ? പിന്നെ മൾബറിയുടെ ഇല തോരൻ വെക്കുവാ? ഈ വഴിയെ പോണ എല്ലാരും ചോദിക്കണം മൾബറിയുടെ ഇല തോരൻ കുറച്ചൊന്ന് തോരൻ വെച്ച് നോക്കി എത്ര നല്ല ടേസ്റ്റ് ആണ്. ആണോ? അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇഷ്ടം പോലെ നിൽക്കുക. കുരുന്നലയാ. നല്ലതാണെങ്കിൽ എല്ലാവർക്കും റെഫർ ചെയ്യുന്നതായിരിക്കും മമ്മി. എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുന്നതായിരിക്കും. ഞാൻ പരിക്കരയ്ക്ക് വെച്ചതാണ്. ഞാൻ കളഞ്ഞു വെക്കാം. അത് എല്ലാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്നണം. അത് മുഴുവനും അങ്ങ് വരട്ടെ. അതിലൊക്കത്തെ എൻ്റെ കൂട്ടുകാരി ഈ മിറ്റത്ത് നിന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരി കൊണ്ട് കൊടുത്താട്ടോ. ഷെയർ ചെയ്തു. അതെ. ഇവിടെ ഇപ്പോഴും ഈ ബാർട്ടർ സിസ്റ്റം തന്നെയാണല്ലേ വി? കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം. അപ്പോൾ മമ്മി വല്ല ഡയലോഗ് അടിച്ചു. ഇതിനകത്ത് വിറ്റാമിൻസ് ഒരുപാടുണ്ട്, നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. പിന്നെ ഒരു കൊതിയൊക്കെ തോന്നിയിട്ട് കഴിക്കാം. കഴിച്ചപ്പോഴാണ് എൻ്റെ അമ്മ ആദ്യത്തെ കടിക്ക് ഭയങ്കര പുളിയാണ്, തല ചെകിടിച്ച് പോണ പുളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കഴിച്ച് വന്നപ്പോൾ ഓക്കെ ആയി. എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ 90s കിഡ്സിന് ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇതിന് വേണ്ടിയിട്ട് എന്താണേലും എല്ലാവരും അടി കൊടുക്കിയിട്ടുണ്ടാവും. എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഇത് മൾബറിയുടെ ഇല കറി വെച്ചാൽ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. എന്നാന്ന് വെച്ച് നോക്കാം. ആദ്യമായിട്ട് വെക്കണതാ? വെച്ചിട്ടുണ്ടോ? അത് ശരി. എന്നാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മൾബറിയുടെ ഇല പറിക്കാൻ ഇറങ്ങി. ഇതുണ്ടല്ലോ മൾബറിയുടെ ഇല കറി. കുരുന്നലയാണല്ലേ? കുരുന്നല. അപ്പോൾ എല്ലാവരും പറയണം. അപ്പോൾ എന്നാൽ ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കാൻ ഓർത്തണ്ട. ഞാനും പറിക്കാൻ കൂടാ. വേണ്ട, ഇത്രയും മതി. കുറച്ച് ഉണ്ടാക്കി നോക്കാം. നല്ലതാണ് പിന്നെ ഉണ്ടാക്കാം. ചുമ്മാ ഉണ്ടാക്കി കളയണ്ടാന്നല്ലേ?
അറിയത്തില്ലല്ലോ നല്ലതാണോ ഇല്ലയോന്നേ. എന്തിൻ്റെങ്കിലും ഒക്കെ ഇല കറി വെച്ച് തിന്നുന്നതല്ലോ അല്ലേ? കറിയല്ലേ? അതെ, അത്ര മതിയില്ലേ മമ്മി? പശു ആവണ്ടായിരുന്നു എന്നൊക്കെ മമ്മിയാ? നേരിട്ട് വിളിക്കാതെ വിളിച്ചതല്ലേ? ഓഹോ, കറി വെക്കുമ്പോൾ വന്നേരം ഞാൻ തരുന്നുണ്ട്. ഞാനും കൂടാ മമ്മി. അല്ല, ആൾക്കാരൊക്കെ എന്നെ പറയും, അവളാ മമ്മീനെ വെയിലത്ത് നിർത്തി പണിയെടുപ്പിക്കുക, അവൾക്ക് ആ ക്യാമറ വെച്ചിട്ടൊന്ന് മമ്മിയുടെ കൂടെ കൂടാവോ? ഞാൻ പറിച്ചിട്ടുണ്ടോ അത്? ഞാൻ പറയണത് നാട്ടുകാർ പറയുക അല്ലേ? അതെ. വണ്ടി വന്നുണ്ടോ നോക്കണേ. മതി മതി. കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടേ ഇളകൊള്ളാൻ പോയതല്ല. എൻ്റെ കണ്ണാടിയുടെ പ്രത്യേകത വെയിലത്ത് ഇറങ്ങുമ്പോൾ കൂളിങ്ങാ. ഇത് മറ്റേ ആ സിനിമയ്ക്കകത്ത് പറഞ്ഞൊരു പ്രത്യേകതരം കണ്ണാടിയാണല്ലേ? അതെ, പ്രത്യേകതരം കണ്ണാടിയാ. വെയിലത്ത് നിൽക്കുമ്പോൾ കൂളിങ്ങാ. അതെ അല്ലേ? ഇപ്പൊ കണ്ടോ? ഇപ്പൊ കൂളിങ്ങുണ്ടോ? ഇപ്പൊ ഉണ്ടല്ലോ. ഉണ്ടോ? കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. കുറഞ്ഞു. അതെ അല്ലേ? ആ ചീര വയ്ക്കുന്ന പോലെ തന്നെയല്ലേ? അങ്ങനെ വെച്ച് നോക്കാം. ഉണ്ടോ? നല്ലതാണോ? വെച്ച് നോക്കാം. ഇച്ചിരി മൾബറിയുടെ ഇല ആ ചേച്ചിക്ക് കൊടുത്തു വിടാൻ പറ്റായിരുന്നു. ഞാൻ പറഞ്ഞു പറിച്ചോളാൻ പറഞ്ഞു. നാരങ്ങ വാങ്ങിയപ്പോ പകരം മൾബറിയുടെ ഇല കൊടുക്കാൻ പറ്റായിരുന്നു. പറിച്ചോളാൻ പറഞ്ഞു. ഇതാ ചേച്ചിക്ക് നഷ്ടമായി പോയല്ലോ, കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം. മമ്മിയുടെ ഫേവറേറ്റ് സാധനമാണോ ഇത്? ഇഷ്ടമാണോ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തൊരു അടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഇതിനു വേണ്ടിയിട്ട്? എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? അതുമില്ല. ഇഷ്ടം പോലെ ഇരിക്കുന്നു, വേണ്ടതാനും. അതെ 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 അതെ. അതുപോലെ മറ്റേ ഇലവിന്റെ പൂവില്ലേ, ആ പൂവിനൊക്കെ വേണ്ടിട്ട് ഒത്തിരി അടി കൂടിയിട്ടുണ്ട്. മറ്റേ എന്റെ പൊന്നെ, നല്ല ആദ്യം കഴിക്കുമ്പോ ഒരു പുളി പോലെ തോന്നിയാലും പിന്നെ മധുരമുണ്ട്. നമ്മുടെ വീടിന്റെ മുറ്റത്തെ കുളത്തില് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നുണ്ടോ? എന്ത് രസമാണെന്ന്. അതിന്റെ വാല് നോക്കിയേ, നീലയും ഓറഞ്ച് കളറും ഉണ്ട്, പ്രധാനമായിട്ട് മഞ്ഞയുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ആ വാലിനാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻസ്. വാലിൻ്റെ നിറം അനുസരിച്ച് നമ്മളിങ്ങനെ തരം തിരിച്ച് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. കപ്പളത്തിൻ്റെ ഇലയാണ് കേട്ടോ ഗപ്പിക്ക് തിന്നാനിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് മീൻ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പളത്തിൻ്റെ ഇല ഇതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ മീനുകളുണ്ട്, ഇതിനൊക്കെ കറി വയ്ക്കാൻ കൊള്ളാവുന്ന മീനുകളാണ്. അതാണ് മെയിനായിട്ടും കപ്പളത്തിൻ്റെ ഇല തിന്നുന്നത് മൊത്തം. കണ്ടോ? റോക്കിയും വന്ന് കുളത്തിൽ ചാടാതിരിക്കാനും ഇല ചാടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വല ഇട്ടേക്കുന്നത്. ഇപ്പുറത്തേക്ക് നമ്മൾ ഗ്രില്ല് ഇട്ടേക്കുവാണ്. കാരണം അവിടെ ലൂസിൻ റോക്കിയും ചാടി ഇതിക്കടെ നീന്തി ഇതിക്കടെ വന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രില്ല് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. കൊക്കോ ക്യൂട്ടി കുടുക്കുടു കുടുക്കുടു കുടുക്കുടു. രണ്ടും ഭയങ്കര കമ്പനിയാണല്ലോ ഈടെയായിട്ട്. ഈടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പിടിച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, കപ്പിൾസായിട്ട്. ഫുൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണോ മമ്മി? ജാതിക്കാണ്ടൊരു ചമ്മന്തി അരച്ചാലോന്ന് ഓർക്കുക. ഒരു സാധനവും ഇല്ല, എല്ലാ പച്ചക്കറിയും തീർന്നു. ഇനി എന്ത് കഴിക്കുന്നതെന്ന് ഓർത്ത് മമ്മി നടക്കുകയാണ് അല്ലേ മമ്മി? പച്ചക്കറി ഇരിപ്പുണ്ട്, എന്നാലും ഒരു ചമ്മന്തി അരയ്ക്കാന്ന് ഓർത്തോണ്ടാണ്. ജാതിക്ക പറിച്ച് ചമ്മന്തി അരയ്ക്കുക. നല്ല ജാതിക്കയാണോ? ഇതിനെന്നാ ഒരു എന്റെ പൊന്നു മമ്മി, എന്തേലും ഛർദിയോ വയറിളക്കോ ഒക്കെ പിടിച്ചിരിക്കുമ്പോ തന്നെ ഈ ജാതിക്ക കഷ്ടപ്പെട്ട എല്ലാരും തിന്നണേ. ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല സൂപ്പറാണ്. സൂപ്പറാണോ? നോക്കട്ടെ കേട്ടോ, നല്ല മൂത്ത നല്ല ജാതിക്ക. ഇവിടെ എല്ലാവർക്കും വയറിളക്കമായിരിക്കും കേട്ടോ കൈസ്. ഉള്ള പരീക്ഷണം മൊത്തം ഇന്നാണ് അല്ലേ മമ്മി? ജാതിക്കയൊക്കെ ഒത്തിരി നല്ലതാ വയറിന്. പേരക്ക ഉണ്ടോ നോക്കട്ടെ. പേരക്ക ചമ്മന്തിയോ? പേരക്ക ചമ്മന്തിക്കല്ല, പേരക്ക ഉണ്ട് കാരണം തിന്നാൻ. പേരക്ക ഇല്ല മമ്മി, അത് അത് പേരകമല്ല, ഇത് തേങ്ങാ ചമ്മന്തി അരയ്ക്കാനാണോ? ഇത് മകളെ, ഇത് പേരക്കയില്ല, പേരക്കയില്ല, പേരക്കയില്ല. പോട്ടെ. ഒരു വാഴക്കല ഉണ്ട്. എന്നാ വലിയ വാഴക്കലയാന്ന് നോക്കിയേ. ഏതാ ഇത്? ഓ വാവ്, മമ്മി പറയണ കേട്ടപ്പോ ഞാൻ ഭീമാകാരനായ വാഴക്കല എവിടെ 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 എന്ന് നോക്കി. അതിഭയങ്കരനൊരു വാഴക്കല. അതാണ് മമ്മിയുടെ ജാതി. കുഞ്ഞു ജാതിയാണോ? അത് പോരെ? ഇതൊക്കെ അതിന് ഈ ജാതിയുടെ ഫ്ലേവർ ജസ്റ്റ് ഒന്ന് കിട്ടിയാ പോരെ? അതിന് മൊത്തം ജാതിക്കാണോ? ഒരു ജാതിക്ക അവിടെ ഇരിപ്പുണ്ട്. എന്നാ ഇത് പറിച്ചാലോ? അത് പോരെ? ഇതിലും മുഴുത്താലേ അവിടെ കണ്ടോ? എന്നാ അത് പറിക്കാം. ശരിക്കും ഈ ജാതിക്കയുടെ ഇതാണോ അതോ എന്നാ? ജാതിക്കയുടെ തൊണ്ടാണല്ലേ? അപ്പൊ ശരിക്കും അതിനകത്തെ ആ റെഡ് സാധനമല്ലേ നമ്മൾ ഇതിനകത്തൊക്കെ ഇടുന്നേ? അത് ജാതിപത്രി. ജാതിപത്രി. ജാതിപത്രിക്കൊക്കെ എന്നാ വിലയെന്നറിയോ? ആണോ? പറയണ്ടേ? നേരത്തെ ഞാനിതെല്ലാം പറിച്ച് ജാതിപത്രി എടുത്ത് കൊണ്ട് കൊടുത്താലോ? ജാതിക്ക കിട്ടിയില്ലേ? കിട്ടിയാ നല്ലത് നോക്കിയോ നടക്കണം തന്നെ. ഒരു ഇച്ചിരി സൗന്ദര്യമുള്ള ജാതിക്ക നോക്കട്ടെ. ഇവിടെ നോക്കട്ടെ.
ആ ഇതെടുത്താലോ എന്നാ ഇത് മതി വെച്ചാൽ ഇത് പറിക്കുക. ആണോ കിട്ടിയോ? അത് നോക്കിയപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് ഫുൾ ജാതിയാണോ? ഇതൊക്കെ പഴുത്തതാന്ന് തോന്നുന്നു ഒത്തിരി. എൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ നല്ല. കിട്ടുന്നില്ല ഉദ്ദേശിച്ച സാധനം. അങ്ങ് പറിച്ച് ഞാൻ ഇത് എടുക്കണം. ഇതെടുക്കുക. അത് കറുത്തതാ. ഏതായാലും ഒന്ന് പറിക്കാവോ? ഇതാട്ടെ ഉണ്ട്. ഒരെണ്ണം വീട്ടിലിരിപ്പുണ്ട് പറിച്ച. ഒരെണ്ണം ചോട്ടിച്ച് ആടി ഇരിപ്പുണ്ട്. രണ്ടെണ്ണം കൊണ്ട് അരയ്ക്കാം. ഒരു മുട്ടയിട്ട് അപ്പം തന്നെ പട്ടി എടുത്തോണ്ട് പോവുക. ആണോ? മുട്ട പോലും അതെങ്കിലും തിന്നട്ടെ. വെറുതെ കോഴി വളക്കണം. അബാ കയറുക. അത് അടയ്ക്കാമല്ലേ പട്ടി അടിപ്പോയെങ്കിലോ. ദൂരം ഗപ്പിയല്ലേ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു. ഇത് നോക്കി എന്ത് നീലയാണ്. നല്ല രസം. പക്ഷെ ഗപ്പിയൊക്കെ വളർത്തുന്നവരുണ്ടല്ലേ ഇപ്പോഴും? ഉണ്ടായിരിക്കും.